ഐസൻ ജോസ് തയ്യാറാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഇറാനിലെ പ്രതിഷേധങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ സംഭവങ്ങളിൽ ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചുമതല തനിക്ക് ഉണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നാണയവില ഉയർന്നതിനെ തുടർന്ന് 2 ആഴ്ചയോളമായി പ്രക്ഷോഭം തുടരുകയുമാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി രാജ്യം വിട്ടതായിട്ടുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, എന്താണ് ഇപ്പോൾ ഇറാനിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഖമീനി അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നുള്ളതാണോ? ഒപ്പം തന്നെ ഈ പ്രതിഷേധങ്ങളുടെ ഉത്തരവാദിത്തം പ്രസിഡന്റ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ഖമേനി അവിടെ നിന്ന് കടന്നു കളഞ്ഞോ എന്നൊരു ആശങ്ക, അതായത് നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ മോസ്കോയിലേക്ക് കടക്കാനുള്ളൊരു നീക്കങ്ങൾ നടത്തുന്നു. അതായത് സിറിയൻ പ്രസിഡന്റിന് സമാനമായ ബഷാർ അൽ അസദിന് സമാനമായ രീതിയിൽ മോസ്കോയിലേക്ക് കടക്കാനൊരു ശ്രമം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല എങ്കിൽ കൂടി ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനിയുടെ വിവരങ്ങൾ ഒന്നും തന്നെ കാര്യമായി ഇറാനിൽ നിന്നും ലഭ്യമാകുന്നില്ല എന്ന് ന്യൂസ് ഏജൻസികളെല്ലാം തന്നെ, അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികളെല്ലാം തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ തന്നെ അയത്തുള്ള അലി ഖമേനിയുടെ നിലപാട്, അതായത് ഈ പ്രതിഷേധത്തിലും നാണയപ്പെരുപ്പവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നാണയത്തിൻ്റെ വിലയിടിവുമായി ബന്ധപ്പെട്ടും വലിയ തോതിൽ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വീണ്ടും മസൂദ് പെസഷ്കിയാൻ്റെ ഭാഗത്തു നിന്ന്, ഇറാൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നൊരു നിലപാട് വന്നിരിക്കുന്നത്. ആ നിലപാട് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഈ പ്രശ്നങ്ങളുടെ എല്ലാം, പ്രക്ഷോഭങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം തനിക്കാണ്, താനത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. യുവാക്കളെയോ ജീവനക്കാരെയോ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയോ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല. ആ പ്രശ്നങ്ങൾ നമുക്ക് ഒന്നായി പരിഹരിക്കേണ്ടതുണ്ട്, പരിഹരിക്കുക തന്നെ വേണമെന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഇറാനിൽ നടക്കുന്ന എല്ലാ പ്രക്ഷോഭങ്ങളുടെയും ഉത്തരവാദിത്വം ഭരണകൂടം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ഭരണകൂടത്തിന് ജനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ് കൃത്യമായി ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ സൂചകമായി അയത്തുള്ള അലി ഖമേനി സ്ഥലം വിടുകയും ചെയ്തിരിക്കുന്നു. അതൊരു പക്ഷേ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നതിനാലാവാം അലി ഖമേനിയെ പിടിച്ചുകൊണ്ടു പോകാനുള്ള സാധ്യത അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനിൽ ഉണ്ടായേക്കുമെന്ന ഭയം തന്നെയാണ് ആ ഒരു നീക്കത്തിന് കാരണം. ഇന്ന് വീണ്ടും ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ച് ആ പ്രതിഷേധത്തെ തണുപ്പിക്കാനുള്ളൊരു നീക്കമാണ് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇന്നും പ്രതിഷേധം തുടരുന്നൊരു സാഹചര്യമാണ് ഇറാനിലുള്ളത്. ഇത്തരത്തിൽ 2 തവണ, അതായത് ഈ അയത്തുള്ള അലി ഖമേനിയുടെ പ്രസ്താവനയായാലും ഇപ്പോൾ പ്രസിഡന്റിൻ്റെ പ്രസ്താവനയായാലും പുറത്തു വന്നതിന് ശേഷവും ഈ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളത് നിലവിലെ ഭരണകൂടത്തെയും ആ ഭരണ സംവിധാനത്തെയും പൂർണ്ണമായും അംഗീകരിക്കാത്ത വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിന് ശക്തമായ പിന്തുണ അവിടുന്ന് ലഭിക്കാനുള്ള സാധ്യത ഈ സൈന്യം തന്നെ തകർന്നു പോയത്, അല്ലെങ്കിൽ അമേരിക്കയുടെ ആക്രമണത്തിൽ ഈ ആണവായുധങ്ങളും അതുപോലെ തന്നെ വലിയ ആയുധശേഖരങ്ങളെല്ലാം തന്നെ തകർന്നു പോയൊരു സാഹചര്യവും അവിടെയുള്ള ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പിന്നീട് ഈ പുറത്തു വന്ന വാർത്തകളെല്ലാം തന്നെ അവർക്ക് ആ ഒരു സ്പിരിറ്റ്, അല്ലെങ്കിൽ ആ ധാർമ്മികമായ ഒരു ആവേശം അവരെ ഉൾക്കൊള്ളിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചറിഞ്ഞാണ് ഈ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രക്ഷോഭം, 12ാം ദിവസത്തേക്ക് അടുക്കുന്ന പ്രക്ഷോഭം വലിയ തോതിൽ കടുക്കുകയാണ് ഇറാനിൽ. ഇറാനിൽ ആ പ്രക്ഷോഭം കടുപ്പമാവുകയും സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. വാർത്താ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം, ജനകീയ പ്രതിഷേധത്തെ സർക്കാർ സംവിധാനങ്ങൾ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആത്മീയ നേതൃത്വം അംഗീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.